എല്ലാവർക്കും നമസ്കാരം. 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 നമ്മുടെ പശ കുടുംബത്തിലെ ഇന്നൊരു വിശേഷ ദിവസമാണ്. ആ വിശേഷം എന്താണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഈ യാത്ര. അതെ, നമ്മുടെ ഈ ടീമിലെ പശ കുടുംബത്തിലെ സജീവാട്ടിൻ്റെ ഒരു ഹോട്ടൽ ഇന്ന് ഉദ്ഘാടനമാണ്, കാക്കയങ്ങാട്. ഹോട്ടലിൻ്റെ പേര് റെഡ് ചില്ലീസ്. അതെ അതെ. അപ്പോൾ നമുക്ക് റെഡ് ചില്ലീസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് കാക്കയങ്ങാടൊക്കെ ഒരു യാത്ര പോകാം. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടല്ലേ? ചെറിയ മഴയൊന്നല്ല, ഇപ്പം കഴിഞ്ഞ നല്ല മഴയല്ല, വീട്ടിലും മഴയല്ല കഴിഞ്ഞ. ഇവിടെ മൊത്തം കൃഷിയാണ്, ഒരുപാട് കൃഷിക്കാരുള്ള നാടാണ് നമ്മൾ ഈ നാട്, പുന്നാട്. ശരി, പഴംപരി നിർന്നിട്ടുണ്ടാവുക. ഫസ്റ്റ് ദിവസമല്ലേ, എന്തായാലും കുറച്ചുണ്ടാക്കിയിട്ടുണ്ടാവും. പഴംപരി ഇല്ലെങ്കിൽ ഞാൻ തരുന്നുണ്ടോ, വിളിച്ചു പറയണ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് പിന്നെ ഒരാൾ കുറവുണ്ട്. നമ്മളെ പവ്യാട്ട് ഇന്നില്ല. പവ്യാട്ട് എന്ന് പറഞ്ഞാല് സജീവാട്ടിന്റെ മെയിൻ ചങ്ക. അതുകൊണ്ട് അനക്കൊന്ന് ഇന്നലെ പോയിട്ടുണ്ടാവും. അതെ അതെ, നമ്മള് കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ 3 ദിവസം മുന്നേ പുറപ്പെട്ടിട്ടുണ്ടാവും. പവ്യാട്ടെ കുറിച്ച് പറയും, പവ്യാട്ട് നല്ലൊരു ആർട്ടിസ്റ്റ്. നമ്മളെ ഗ്രൂപ്പിലെ നമ്മൾ ഈ പശ ടീമിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ആങ്കറാണ്. ആങ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പരിപാടികളിലൊക്കെ ഇപ്പൊ ആങ്കർ ചെയ്യുന്നത് പവ്യാട്ടാണ്. വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ പവ്യാട്ടിന് നമുക്ക് സജീവനിലൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. ചങ്ങായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ യാത്രയിലുണ്ടായിരുന്ന ഈ യാത്ര നല്ലൊരു വൈബായി മാറി തന്നെ. കാരണം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ, തമാശക്കാരനാണ്, ഇങ്ങനെ എന്തൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി മിക്കവാറും അനക്ക് വന്ന് ആടെ സജിയാട്ട ടച്ച് വാങ്ങിക്കേണ്ടി വരും, എന്നാലും ഇങ്ങോട്ട് വരും. സജിയാട്ടിന്റെ പവ്യാട്ടിന്റെ അവിടെ ഉണ്ടാവും. ഇനിയിപ്പോ നമ്മള് സജിയാട്ടിനെ കിട്ടും. ഇനി നമുക്ക് അതല്ലേ പറയുന്നത്, നമ്മളധികം ഞായറാഴ്ച വീഡിയോ ചെയ്യല്ലോ. ഇനിയിപ്പോ ഞായറാഴ്ച ഹോട്ടൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാം. നോക്കി ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിന് വരാൻ വേണ്ടി പറയാം കുറച്ച് സമയത്തേക്ക്. അല്ല, ഇനിയൊന്നും ഹോട്ടലിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഹോട്ടലുമായി. പിന്നെ നമ്മളെ വീഡിയോയില് കൂടുതലും കാണിക്കുന്ന ഒരു പീടിയുണ്ട്. ആ പീടിയുടെ ഓണർ കൂടിയാണ് സജീവം. പുന്നാട് പാറയങ്ങാട് എന്ന സ്ഥലത്താണ് ആ ഹോട്ടലുള്ളത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ 2ാമത്തെ സംരംഭമാണ് ഹോട്ടലായി ഇപ്പം കാക്കയങ്ങാട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വെച്ചടി കയറ്റം ഉണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഈ പശേന്റെ എല്ലാ ആശംസകളും അദ്ദേഹത്തിന് ഒന്നും ഉണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ നല്ല രീതിയിൽ കൈമാറുമ്പോഴുള്ള സന്തോഷം നമുക്കുണ്ട്. ഇനിയും ഇതുപോലത്തെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം ഉണ്ടാകട്ടെ. എന്തായാലും രണ്ടും കുഴപ്പമില്ല അല്ലേ? നല്ലൊരു കടയാണ്. കാക്കയങ്ങാട് റോഡിലേക്ക് കയറാൻ പോവുകയാണ്. നോക്കണേ, അങ്ങോട്ട് ഇരിട്ടി റോഡ്. അവിടെയും നല്ല മഴ തന്നെയാണല്ലോ അല്ലേ? കൊട്ടിയിൽ പോകുന്ന വണ്ടീന്റെ തിരക്കാണല്ലോ. എത്രയാ വണ്ടികളല്ലേ. നമ്മളെ കൊട്ടിയൂർ റോഡ് ഇതാണ് കേട്ടാ, പേരാവൂർ റോഡ്. നല്ല തിരക്കാണ്. ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കാണ്. ഇന്ന് അതിലും തിരക്കായി. ഞങ്ങളിതാ ഏകദേശം എത്താറായി, കാക്കയങ്ങാട് എത്താറായി. ചില്ലീസിന്റെ ഹോട്ടൽ ബോർഡില് കാണുന്നത്, ഹോട്ടൽ ചില്ലീസിന്റെ ബോർഡ്. നല്ല ടൗണിൽ തന്നെ കിട്ടി കേട്ടാ, പ്രധാനപ്പെട്ട പോയിന്റിൽ തന്നെ കിട്ടി. അപ്പൊ ഇതിന് നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ നമുക്ക് ആ പാർക്കിംഗ് കണ്ടിട്ട് പോവാം. ഇതാ പാർക്കിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡ് ചില്ലീസിന്റെ പാർക്കിംഗ് ആണിത്. പോവല്ല അല്ല, നമ്മള് കൂട്ടാണ്ട് നിങ്ങൾ പവ്യാടിനെ കുറിച്ച് നമ്മൾ അങ്ങ് പറഞ്ഞു വന്നോ. നിങ്ങളെ കാണ്ടിട്ടാ വന്ന് ഹോട്ടൽ ചില്ലീസ്. നല്ലൊരു അത്യാവശ്യം നല്ല വണ്ടിയിൽ നിർത്താൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ പശേന്റെ ഒരു വണ്ടിയാണ്, സജീന്റെ ഓണറുടെ വണ്ടിയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. റെഡ് ചില്ലീസിന്റെ പാർക്കിങ്ങിലുണ്ട് കാക്കയങ്ങാട്. നല്ല സൗകര്യമുണ്ട്. ഇവിടെ ഒരുപാട് വണ്ടികൾ വെക്കാനുള്ള സൗകര്യമുണ്ട്. എന്തായാലും നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മളെ സജീവന് കിട്ടിയിരിക്കുന്നത്. റെഡ് ചില്ലീസിന്റെ പൂർവ്വ വിശേഷങ്ങൾ നമുക്കിപ്പോൾ അവിടെ പോയിട്ട് കാണാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. ഇതാ പ്രദീപനുണ്ട്, പ്രഭാകരനുണ്ട്. അപ്പം അവരോട് നമുക്കൊന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവാം. നമ്മളൊരു നമുക്ക് ചില്ലീസിന്റെ ഹോട്ടലിന് മുമ്പിലാണ് ഉള്ളത്. നമ്മൾ ഇത്ര സമയം നമ്മൾ സംസാരിച്ച നമ്മളെ 2 ചങ്ക് ഫ്രണ്ട്സിനെ കുറിച്ചാണ്. പവ്യാട്ടനും ഇതാ ഓണർ സജീവനെ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്.
നിങ്ങള് രവിനെ വിളിക്കും, നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. പക്ഷേ രാവിലെ അതെ നിങ്ങളല്ലേ നമ്മളെ കാര്യങ്ങളും പരിചയപ്പെടുത്താറുണ്ട്. നടക്കും നിങ്ങളല്ലേ പരിചയപ്പെടുത്താറുണ്ട്. നമുക്ക് ഈ ഹോട്ടലൊന്ന് പരിചയപ്പെടണം. നമ്മളെ പൊറോട്ട മേക്കർ നല്ല അടിപൊളി ഇന്റർനാഷണൽ ചായക്കാരനാണ്. അല്ല ഇത് നമ്മളെ പപ്പന്റെ ഇതൊരു നടനാണ്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകളുണ്ട്. ഇത് നമ്മളെ പ്രദീപനാണ്. പ്രദീപൻ നമ്മളെ അടിപൊളി ഗായകനാണ്. ഇപ്പോൾ ഒരുപാട് പരിപാടിയൊക്കെ പ്രൊഫഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗായകനാണ്. ഇത് നമ്മളൊരു നാട്ടുകാരനും നമ്മളെ നല്ലൊരു സുഹൃത്തും കൂടിയാണ് മഹേന്ദ്രേട്ടൻ. സജീവന്റെ അളിയനും കൂടിയാണ്. ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പം സജീവന്റെ കൂടെ ഇവിടെ ഹോട്ടലിൽ ഒരാളായിട്ടുണ്ട്. ഉദ്ഘാടനമായിട്ട് എന്തെല്ലാം പരിപാടി? ഉദ്ഘാടനം വിഭവങ്ങളും ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊറോട്ട, പത്തൽ, പൂരി എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളെ വിഭവസമൃദ്ധമായ ഒരുപാട് ഐറ്റംസ്, നല്ല ഐറ്റംസ് നമ്മളെ ഈ ഹോട്ടലിലുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഉദ്ഘാടനം എങ്ങനെ? രാവിലെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇവിടെ ചാടിക്കാൻ വന്ന ആളെന്നെ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം 5 മണിയായപ്പോൾ തന്നെ തുടങ്ങും. അപ്പം വേറെ ഒരു പ്രത്യേക ഉദ്ഘാടനം ഇല്ല. ഫസ്റ്റിൽ ആരാ വന്ന് ചാടിച്ച് അയാൾ നമ്മൾ ഇലക്ട്രിക്കൽ ഉദ്ഘാടനം അങ്ങനെയാക്കി. സ്പെഷ്യലായിട്ട് അതിന് നമ്മൾ 10 മണിയിൽ കാത്തു കണ്ടിരുന്നു. 5 മണിക്ക് തുറന്നു. നല്ല ശുഭമുഹൂർത്തത്തിൽ സംഭവങ്ങൾ നടന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? ഏത് ബിരിയാണിയോ, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി നോക്കുന്നു കണ്ടല്ലേ? സംഭവം ഒരു ചെറിയ ഹോട്ടലൊന്നും അല്ല കേട്ടോ. നല്ല ഹോട്ടൽ, ഒരു നല്ല വലുപ്പത്തിൽ സൗകര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ രവിയാട്ടെ. എന്തൊക്കെ നിങ്ങളെ സ്പെഷ്യലൈസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പിന്നെ സൗത്തിൻ്റെ, പിന്നെ അത്യാവശ്യം ചൈനീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരുവിധം പിന്നെ വിദേശ വിഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ഒരുവിധം നമ്മൾ സാഹചര്യം നോക്കി നമ്മൾ മെച്ചപ്പെടുത്തും അല്ലേ? ഒരു സാഹചര്യത്തിനനുസരിച്ച് മെച്ചപ്പെടുത്തും. തുടക്കം മാത്രം. ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ. അപ്പൊ അതിന്റെ പല ബുദ്ധിമുണ്ട്, സ്റ്റാഫിന്റെ പ്രശ്നങ്ങളും. അതെ. പിന്നെ നമ്മൾ ഇന്ന് ക്ഷണിക്കപ്പെട്ട. അതെ അതെ. അപ്പൊ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാല് അധികം പിന്നെ ചുറ്റൊന്നും പോട്ടെ കണ്ടുപിടിക്കാൻ. നമ്മുടെ മെയിൻ ടൗണ് കാക്കങ്ങാട് ടൗണിൽ തന്നെ ഇതില്ലേ. നല്ല പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ല നമുക്ക് ഒരു 2 പാട്ട് പാടിയ പാട്ട് പാടേ. തുള്ളിത്തുള്ളിയൊഴുകും പൊരിമുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. വെള്ളിച്ചിലം വിതറി തുള്ളിത്തുള്ളിയൊഴുകും പൊരിമുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. അടിപൊളി, വളരെ ഭംഗിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ പശ ടീമിൻ്റെ വക നമ്മളെ പ്രതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളവിടെ പോയതാ? കുട്ടിയിൽ പോയതാ? തിരക്കുണ്ടാ? ഓ, നിങ്ങളെടുത്ത് വരുന്നത് തന്നെ അല്ലേ? ഒരുപാട് പങ്കുവെച്ചതിന്. അല്ല, ഇവരോട് ആദ്യം ചോദിച്ചാൽ ഇവർ പറഞ്ഞ് നമുക്ക് കയ്യല്ലേ. പക്ഷേ ഇവര് പറഞ്ഞിട്ട് ഇവര് സ്റ്റോപ്പില്ല. ശരിക്കും എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് തോന്നുന്നു. പൈസ നിങ്ങൾ കൊടുക്കണ്ട, അത് നമ്മൾ കൊടുക്കും. എനക്കറിയില്ല നീ ഇവിടെ ഉണ്ടാവുക. പഴംപൊരി കാണുന്നുണ്ട്. പഴംപൊരി തീരാനായി കേട്ടോ. പഴംപൊരി കണ്ടാൽ നീ കൂടുതലും എനക്കറിയില്ലേ.
എല്ലാം നിന്നെ എത്ര സമയം അവിടെ നോക്കുന്നു വേണ്ട നമ്മൾ കഴിച്ചോളൂ. ഞാൻ ഈ പഴംപൊരി ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളെപ്പുറം വരാനാവുക അത് തീർന്നു സംഭവം. തുടക്ക ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുള്ള ദിവസം തന്നെയാണ്. ഞങ്ങൾക്കും അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. ഞാൻ വടയാണ് നിന്നത്, ബാക്കിയെല്ലാം തീർന്നു. വിജേഷ് നീ എന്താ? നമുക്ക് പൊറോട്ട കിട്ടിയില്ല. പൊറോട്ടയുണ്ട്, പൊറോട്ടയും മുട്ടക്കറിയും ഉണ്ട് അല്ലേ? മുട്ടക്കറി കിട്ടി. അപ്പോൾ ഇന്ന് സാമാന്യം നല്ല തിരക്കായതിനാൽ എല്ലാം തീർന്നു എന്നാണ് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഗംഭീരമായ പലഹാരങ്ങളും സദ്യ ഭക്ഷണ സാമഗ്രികൾ ഉണ്ടാക്കുന്നതാണ് നമ്മളെ സജി നമ്മോട് ഉറപ്പ് വന്നിട്ടുള്ളത്. സാധന നമ്മളെ അല്ല നമ്മളെ സുഹൃത്ത് സുമേഷ് നമ്മുടെ കൂടെ ഉണ്ട്. അവിചാരിതമായിട്ട് നമ്മളെല്ലാവരും കൂടി എത്തിപ്പെട്ടതാണ്. സുമേഷും പടയും ഒരു പൊറോട്ടയും കൊണ്ട് എത്തിപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത് നമ്മുടെ ടൈം മാറിപ്പോയി, വൈകുന്നേരമായി സാധനം എല്ലാം രാവിലെ വരണമായിരുന്നു. നമ്മളിന്ന് ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ പശാറ്റിങ്ങിൻ്റെ ഷൂട്ട് രാവിലെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഉച്ചയായി, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റായത്. പക്ഷെ എന്നാലും സജിയുടെ സന്തോഷത്തിൽ നമ്മളിന്ന് പങ്കുചേർന്നിരിക്കുകയാണ്. നമ്മൾ സജ്ജാടിൻ്റെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഇനി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട സജീൻ്റെ ഹോട്ടലിൽ കയറി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളമായി നമ്മൾ ഈ ഹോട്ടലിൽ ചിലവഴിക്കുന്നത്. നമ്മൾ ഒരുപാട് വിഭവ സമൃദ്ധമായ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ എല്ലാം വളരെ പുതിയ ഞായറാഴ്ച ഉദ്ഘാടനം ഞായറാഴ്ച ഉദ്ഘാടനം അത് കൊണ്ട് സാധനമൊക്കെ പെട്ടെന്ന് തീർന്നുപോയി. അതുകൊണ്ട് ബിരിയാണി ഉണ്ട്, അതെ ചിക്കൻ പാർട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ കഴിക്കാനൊന്നുമില്ല. വളരെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സജീവായിട്ട് ഈ ടീം പശയുടെ എല്ലാ ആശംസകളും നേരുകയാണ്.